ഹായ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആട്ടോ. മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതെൻ്റെ അമ്മ വയ്ക്കുന്ന സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ആദ്യമായിട്ട് നമ്മൾ മാങ്ങയുടെ തൊലി ഇതേപോലെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക. ചെത്തി എടുക്കരുത്, ഇതേപോലെ വലിച്ച് എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഒരു 12 മാങ്ങയുടെ ഒരളവാണ് പറയുന്നത്. 12 മാങ്ങയ്ക്കാണ് നമ്മളിവിടെ കറി വെക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. നമ്മളിവിടെ ഒരു മീഡിയം സൈസ് ഒരു വെള്ളരിക്ക ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളരിക്കയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അതേപോലെ നമ്മൾ മാങ്ങ തൊലി എടുക്കുന്നതിന് മുമ്പ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലോണം ഞെരടി അതിൻ്റെ സത്ത് എടുക്കുക എന്ന് പറയും. ഫുള്ള് സത്ത് എടുക്കുക. അപ്പോൾ ആ തൊലിയുടെ ഒരു ഇതുണ്ട്, ആ ടേസ്റ്റും നമുക്ക് ആ വെള്ളത്തിൽ കിട്ടും. നമ്മൾ ഈ മാങ്ങയും വെള്ളരിക്കയും എല്ലാം വേവിക്കുന്നത് ഈ വെള്ളത്തിലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്മി ഇങ്ങനെ എടുത്തിട്ട് വെള്ളം അങ്ങനെ അരിച്ചെടുക്കാം. നമ്മൾ വെള്ളരിക്ക ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് വെള്ളരിക്കയ്ക്ക് പകരം മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം. സാധാരണയായിട്ട് മാമ്പഴ പുളിശ്ശേരിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാങ്ങ എന്ന് പറയുന്നത് ചന്ദ്രക്കാരൻ മാങ്ങയാണ്. അതിനൊരു പ്രത്യേക മണമുണ്ട്. അപ്പം അത് ഇതേപോലെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മാമ്പഴ പുളിശ്ശേരിക്ക്. നമുക്കത് കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു നോർമൽ മാങ്ങയിലാണ് ചെയ്യുന്നത്. നല്ല മധുരമുള്ള മാങ്ങയത്, പേരെനിക്കറിയില്ലേ മാങ്ങയുടെ. അപ്പോൾ നമ്മളൊരു 12 മാങ്ങ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഏകദേശം ഒരു 10 പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട്. അത് നെടുകെ പൊളിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ദെൻ അതിലൊരു 1/2 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേവിക്കാൻ വയ്ക്കുക. വെള്ളരിക്ക ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാമ്പഴം ചേർത്തിട്ട് ഈ സ്റ്റേജിൽ വേവിക്കുക. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരു മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിലർ ശർക്കര ചേർക്കുന്നവരുണ്ട്, നമ്മൾ പഞ്ചസാരയാണ് ചേർക്കാറ്. ഇപ്പോൾ ഈ മാമ്പഴം ചേർത്ത് കഴിഞ്ഞിട്ടൊരു 2 സ്പൂണോളം പഞ്ചസാര ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെയും ശർക്കരയുടെയും അളവിന് വ്യത്യാസം വരും. അപ്പോൾ അത് ചേർത്തിട്ട് വേവിക്കാൻ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു ഫുൾ നാളികേരം എടുത്തിട്ടുണ്ട്. കാരണം 12 മാങ്ങയുള്ളതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലൊരു നാളികേരമാണ്. ഇപ്പോൾ ഒരു ഫുള്ള് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കുറച്ച് വേപ്പില, 2 ഇതള് വേപ്പില, പിന്നെ ഒരു 6 ചുവന്നുള്ളിയും 7-8 ചുവന്നുള്ളിയും ഒരു 6-7 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം എന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മളിത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിന് പകരം തൈര് യൂസ് ചെയ്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മൊത്തമായിട്ട് 12 മാങ്ങയ്ക്ക് നമ്മളൊരു 1 ലിറ്ററോളം തൈര് നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 200 ml തൈര് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അരപ്പ് വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് ഒഴിച്ച ഇതിനോടൊപ്പം തന്നെ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ നമ്മളിതിൽ 1 ലിറ്റർ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ബാക്കി തൈര് നമ്മൾ അളന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പുളിയുള്ള തൈരാട്ടോ ചേർക്കേണ്ടത്. പുളിയില്ലാത്ത തൈരല്ല, നല്ല പുളിയുള്ള നാടൻ തൈര് കിട്ടുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 200 ml ഒരു ഗ്ലാസ് അതിൽ. അപ്പോൾ നമ്മൾ മൊത്തം ഒരു 1 ലിറ്റർ തൈര് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ വെട്ടി തിളക്കരുത്, ചെറു തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക.
മധുരം നോക്കി, മധുരം കുറവുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളൊരു 3-4 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴേക്കും നമ്മളൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തു. കായയും ഉലുവയും ഒരു പ്രത്യേക ഫ്ലേവർ ഈ മാമ്പഴപ്പുളിശ്ശേരിക്ക് തരും കേട്ടോ. ലാസ്റ്റ് നമ്മൾ വറവിട്ട് കൊടുക്കുക. കറി സെറ്റായി വറവിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണോളം കടുക്, 1/2 ടീസ്പൂണോളം ഉലുവ. ഇത് നല്ലോണം പൊട്ടി സെറ്റായി വരുമ്പോഴേക്കും നമ്മളൊരു 6-7 വറ്റൽമുളക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നോർമൽ നമ്മൾ വറവിടുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചിട്ട് വറവിട്ട് കൊടുക്കുക കേട്ടോ. വറവിടുന്നതിന് ലാസ്റ്റ് നമ്മളൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ചൂടിൽ മുളക് പൊടി ചൂടായിക്കോളും. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ കറി നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുകയാണെങ്കിൽ ഫുൾ സെറ്റായിരിക്കും. നല്ല കുറുകിയ കറിയായിരിക്കും ഇതുണ്ടാവുക. അപ്പം ഇങ്ങനൊരു മാമ്പഴപ്പുളിശ്ശേരി വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരിയാണ്. വറവിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലായിടത്തും എത്തിക്കുക. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. നമ്മൾ ഈ വറവിടുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ കൂടെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കേണ്ടതായിരുന്നു. മറന്നു പോയതുകൊണ്ട് നമ്മൾ അവസാനം ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഇളക്കി വെച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.